TMC പോലുള്ളൊരു പാർട്ടിയിൽ തന്നെ ചേരണമെന്ന് തീരുമാനമെടുക്കാനുള്ള കാരണം എന്താ? അതൊരു പൊളിറ്റിക്കൽ പാർട്ടി ആയതുകൊണ്ട് മറ്റൊരു സോഷ്യൽ മൂവ്മെൻറ്റ് എന്ന് സപ്പോർട്ടഡ് ബൈ പൊളിറ്റിക്സ് എന്നുള്ളല്ലോ. സ്ട്രെയിറ്റ് അവേ നമുക്ക് അതിൽ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് സ്ട്രെയിറ്റ് അവേ പൊളിറ്റിക്സ് ഇൻവോൾവ് ആണെങ്കിൽ വി നീഡ് ദ പൊളിറ്റിക്സ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ചേരാനുള്ള തീരുമാനമെടുത്തത്. ഇപ്പോൾ ഈ കേരളത്തിൽ കാര്യമായി ഒരു സ്വാധീനമില്ലാത്ത പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഇപ്പോൾ സംസ്ഥാന കോർഡിനേറ്ററായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി എന്താണ് അതിനെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനം എങ്ങനെയാണ്? ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇന്ത്യ രാജ്യം അനുഭവിക്കുന്ന പൊളിറ്റിക്കൽ സിറ്റുവേഷന്, സാമൂഹ്യമായിട്ടുള്ള നമ്മുടെ വിഷയങ്ങൾ, അതിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലക്ക് TMCയുടെ നിലപാടുകൾ, ദീദി എന്ന് പറയുന്ന ഇന്ത്യയുടെ അഭിമാനമായ മുഖ്യമന്ത്രിമാരിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ആ മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ ശേഷിയെക്കുറിച്ച്, ഈ മലയോര മേഖലയിലെ വിഷയത്തിൽ അവർ ഇന്ന് പാർട്ടിക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്, രാജ്യത്തിൻ്റെ പാർലമെൻറ്റിലിട, ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുമായി സംസാരിച്ച് ഈ പാർട്ടിയിലേക്ക് ആളെ എത്തിക്കണം. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ എന്തായാലും മത്സരിക്കാനില്ല എന്ന് താങ്കൾ പ്രഖ്യാപിച്ചു. അടുത്ത നിയമസഭയുടെ പൊതുതെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുണ്ടാവും. ഇപ്പോൾ താങ്കൾ UDFൻ്റെ ഭാഗമാണെങ്കിൽ താങ്കളെപ്പോലുള്ള ഒരാൾ നിയമസഭയിൽ അനിവാര്യമല്ലേ? അല്ല, അതൊന്നും ഇപ്പോൾ പറയാറായിട്ടില്ല. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായിയെ താഴെ ഇറക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എൻ്റെ ശ്രദ്ധയും എൻ്റെ കോൺസെൻട്രേഷനും എൻ്റെ ചിന്തയും മാത്രമേ ഉള്ളൂ. മറ്റൊന്നും ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ആലോചിക്കുന്ന വിഷയമേ ഇല്ല. അതായത് ഈ LDFനെ താഴെ ഇറക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് താങ്കളുടെ ഈ പാർലമെൻ്ററി ഈ രംഗത്തുനിന്ന് തൽക്കാലം വിട്ടു നിൽക്കുക, അങ്ങനെയാണോ? പാർലമെൻ്ററി രംഗത്ത് നിന്ന് വിട്ടു നിൽക്കുന്നില്ല. പാർലമെൻറ്റ് നിയമസഭയിൽ നിന്ന് മാത്രമല്ല ഇറങ്ങിയിട്ടുള്ളൂ. ആ നിയമസഭയിൽ എത്തണമെങ്കിൽ ഇവിടെ ഈ ഗ്രൗണ്ട് വേണ്ടേ? ആ ഗ്രൗണ്ട് എന്ന് പറയുന്നത് അവിടുത്തെ പൊളിറ്റിക്സാണ്. ഈ പൊളിറ്റിക്സിലുള്ളത് കൊണ്ടാണല്ലോ അവിടെ എത്തിയത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ നിന്ന് ഇറങ്ങിയെന്ന് വിചാരിച്ചാൽ പാർലമെൻ്ററി രംഗത്ത് നിന്ന് വിട്ടു നിൽക്കല്ല. നമ്മൾ പാർലമെൻ്ററി രംഗത്തിനെ ശക്തിപ്പെടുത്താനുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്.